ഇപ്പോൾ എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. രക്ഷാ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്ന് വിജയകുമാർ പറയും. ഹെലികോപ്റ്റർ വെച്ചിട്ടുള്ള രക്ഷാ പരിശോധന നടത്തിയെങ്കിലും പല സ്ഥലങ്ങളും ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. വിജയകുമാർ, ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഇതില് നേരത്തെ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങിയിരുന്നു എസ്കേൻ. അത് നമുക്ക് ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് കുറെ കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ സൂചിപ്പാറ മേഖലയിൽ ഇവിടുന്ന് രക്ഷാപ്രവർത്തനത്തിനും തെരച്ചിലിനുമായി പോയ ഒരു സംഘത്തിലെ രണ്ടാളുകൾ ഒരു പാറയിടുക്കിൽ കുടുങ്ങി എന്നാണ് പറയുന്നത്. ഈ നാട്ടുകാരാണെന്നാണ് അറിഞ്ഞത്. അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ സുരക്ഷിതരാണ്. അവരോടൊപ്പം രഞ്ജിത്ത് ഇസ്രായേലും ഉണ്ടായിരുന്നു. അപ്പോ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ ഹെലികോപ്റ്റർ അവിടേക്ക് പോയത് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. സൂചിപ്പാറയാണ്. നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ വിശദാംശങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. ഈ തദ്ദേശീയർ ഇവിടെ പ്രാദേശിക ഈ നാടൊക്കെ അറിയാവുന്ന ആളുകളാണ് രാവിലെ പോയത്. അവിടെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. ഈ ദിവസങ്ങളിലൊക്കെ വലിയ കുത്തൊഴുക്കായിരുന്നു സൂചിപ്പാറയിൽ. അപ്പോൾ അവിടെ ഇപ്പോൾ എന്താണ് അവസ്ഥ? അവിടെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. ചാലിയാറിലേക്കൊക്കെ കൂടുതൽ ആളുകൾ ഒഴുകിപ്പോയത് സൂചിപ്പാറ വഴിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഇവിടുന്ന് ഒരു സംഘം പോയിരുന്നു. അതിൽ രണ്ടുപേരാണ് അവിടെ കുടുങ്ങിയത് എന്നൊരു വിവരം വന്നിട്ടുണ്ട്. അത് കുറെ കൂടി അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അവരെ എയർലിഫ്റ്റ് ചെയ്യാനൊരു ശ്രമം നടന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. വലിയ പാറമടകളും വലിയ പാറയിടുക്കുകളൊക്കെയുള്ള ഒരു കുത്തനെയുള്ള ഒരു പ്രതലമാണ്. അവിടെ ഈ ഹെലികോപ്റ്റർ ഇറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവരെ അല്ലാതെ കരയിലെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ കാര്യമായ എന്തെങ്കിലും ഗൗരവമുള്ള പ്രശ്നമുണ്ടോ എന്നറിയില്ല. നിലവിൽ അങ്ങനത്തെ വിവരങ്ങൾ വരുന്നില്ല. ഈ തെരച്ചിൽ എല്ലാ മേഖലയിലും ഒരുപോലെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് 40 പേരുടെ ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 6 കേന്ദ്രങ്ങളിൽ തെരച്ചിൽ നടക്കുകയാണ്. ഇന്നത്തെ തെരച്ചിലിന്റെ ഒരു പ്രത്യേകത കുറെ കൂടി പുഴയുടെ തീരങ്ങളിലേക്ക് ആ തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. ഈ ഉരുൾപൊട്ടിയതിന് താഴേക്ക് പുഴ ഒഴുകുന്നതിന്റെ ഭാഗത്താണ് ഇന്ന് കൂടുതൽ തെരച്ചിൽ. കൂടുതൽ മണ്ണ് അവിടെ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് അതൊക്കെ ഇളക്കി പരിശോധിക്കുകയാണ്. താഴെയും മേഖലയിലുമായി നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും മൃതദേഹം പലയിടത്തുനിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ മറ്റു വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഓരോ ചെറിയ വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.